സോ വെൽക്കം ടു അനദർ വ്ളോഗ്. കുറേ ആയില്ല നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു മാസം മുന്നേ ആയിരിക്കും ലാസ്റ്റ് ആയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു മാസം അതിൻ്റെ മേലെ എന്തായാലും എടുത്തിട്ടുണ്ടാകും. സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. അങ്ങനെ അതിൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നല്ല മടിയായി. പിന്നെ വേറെ എന്തെല്ലോ ആണ് ആയിട്ട് ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഡിലേ ചെയ്തത്. പിന്നെ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് നല്ല ഫില്ലായി കിടക്കുകയായിരുന്നു. ഒരു വ്ളോഗ് എടുക്കാനുള്ള സ്പേസ് ഇതിലില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എല്ലാതും ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ വ്ളോഗ് എടുക്കുകയാണ്. ഇപ്പോൾ സംഭവം ഈ വ്ളോഗ് എടുത്തിട്ട് കുറച്ച് സൈറ്റുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടി കാരണം അത് അങ്ങനെ കടന്നതാണ്. അപ്പോൾ എന്താ ആസ് യൂഷ്വൽ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, മുഖം കഴുകുന്നു. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൊരു എന്താ പറയുക ഫേസ് വാഷാണ് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാനിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കുഞ്ഞ് ബോട്ടിലായിട്ട് ഞാൻ വാങ്ങിച്ചത്. കാരണം ഇതെങ്ങനെയുണ്ട് എൻ്റെ സ്കിന്നിൽ എങ്ങനെ ഇരിക്കും എന്നൊന്നും അറിയണമല്ലോ. അപ്പം യൂസാക്കി നോക്കി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നേരെ പോയിട്ട് കുളിക്കലാണ്. സാധാരണ കോളേജിലൊക്കെ പോകുന്ന ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ കുളിച്ചിട്ടാട്ടോ പോലും. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല, ശരിക്കും തലകുത്തി മറിച്ചിട്ടിട്ടുണ്ട് എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. കുളിക്കാനൊക്കെ നല്ല മടിയാണ്. പിന്നെ പോരാത്തിന് നല്ല മഴയാണല്ലോ. പിന്നെ മടിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇപ്പം കോളേജിലൊന്നും പോകാത്തതിനെ കൊണ്ടൊരു 10-11 മണി ആ ടൈമൊക്കെ ആവും ഞാൻ എണീക്കാനായിട്ട്. ഇന്നിപ്പോൾ കുറച്ച് ഒരു പൊടിക്ക് നേരത്തെ എണീറ്റിട്ടുണ്ട്. കോളേജിലൊക്കെ ആയിരുന്ന ആ ഒരു ടൈമിൽ ഞാൻ എന്തെല്ലോ ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ലൈഫിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഡെയിലി കോളേജിൽ പോകുന്ന ആ ഒരു ഈ സംഭവം ഉള്ളതിനെ കൊണ്ട് എന്തെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷെ ഇപ്പോൾ കോളേജിലൊന്നും പോയി പഠിക്കുന്ന ഒരു സംഭവം അല്ലാത്തതിനെ കൊണ്ട് ഭയങ്കര അൺപ്രൊഡക്റ്റീവാണ്. അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ വെറുതെ കളയണമെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഒരു ദിവസം ഇപ്പോൾ കുറച്ച് പണി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. ഞാൻ അന്നത്തെ ഒരു ദിവസം ഒന്നും ചെയ്യാതെ പോയല്ലോ വിചാരിക്കും ഞാൻ. പിന്നെ പണ്ട് കോളേജിൽ പോകുന്ന ആ ഒരു ടൈമിൽ 6:30 എന്നുള്ളൊരു ടൈം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ എണീക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം എത്ര അലാറം അടിച്ചാലും സ്നൂസ് ചെയ്ത് മെല്ലെ മടിച്ചിട്ടിടപ്പം എണീക്കണത് ശരിയാക്കി എടുക്കണം. അങ്ങനെയൊന്നും പോയാൽ പറ്റൂല. ചില ദിവസം കിറിങ്ങിയിരിക്കും എണീക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോഫി കിട്ടിയില്ലെങ്കിൽ ഞാനേ അല്ലാതെ പോകും. ഒന്നെങ്കിൽ കോഫി അല്ലെങ്കിൽ ചായ. ഇന്നിപ്പോൾ ഞാൻ ഓണം സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ റെസിപ്പീസിൽ. അപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാൻ്റെ ഈ ഒരു സാമ്പാർ. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ കയറ്റി ഇൻഷാല്ലാ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും പിന്നെ അച്ചാറും പൈനാപ്പിൾ പച്ചടി ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പൈനാപ്പിൾ പച്ചടി ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇതിൽ പെട്ടതാണ് കേട്ടോ. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിക്കാനായിട്ട് ഇരിക്കും കേട്ടോ. ജസ്റ്റ് വായിക്കും. അങ്ങനെ ഭയങ്കര പഠിത്തം അങ്ങനത്തെ ഒരു സംഭവമല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കും. അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര അടങ്ങേറായിരിക്കും. ഞാൻ ഇന്നൊന്നും നോക്കിയിട്ടില്ലായിരുന്നല്ലോ. ഇങ്ങനെ അൺപ്രൊഡക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് വരില്ലേ, ആ ഒരു സംഭവം. വെറുതെ വരട്ടെ, എനിക്ക് ഇത്രയും കാല പ്രശ്നമല്ലായിരുന്നു. പക്ഷേ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് വായിക്കും. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ അപ്പോൾ അധികം ഞാൻ ഈ ഒരു ബെഡ് ടേബിളിൽ ഇരുന്നിട്ടോ പഠിക്കുക വായിക്കുക. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, ലാപ്ടോപ്പിൽ ഇരുന്ന് എന്തെങ്കിലും കാണുക, എല്ലാം ഇതിൻ്റെ മേലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ കുറേ സ്റ്റുഡൻസ് അതായത് ഇപ്പോൾ 10th പഠിക്കുന്നവരും +2 പഠിക്കുന്നവരൊക്കെ സ്റ്റഡി ടിപ്സും സ്റ്റഡി വ്ളോഗ്സും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് അങ്ങനത്തെ സ്റ്റഡി കണ്ടൻസാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇൻഷാല്ലാ വീഡിയോ ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു, ഫുൾ A+ കിട്ടാനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു ഡേ കൂടുതൽ ടൈമല്ല ഉള്ള ടൈം നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളത്, അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് വേണമെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമുക്ക് അതിനനുസരിച്ച് സെറ്റാക്കാം. അതിപ്പോൾ ഞാൻ കുറച്ച് നേരം വായിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഞാൻ വായിച്ചിട്ടുള്ളൂ. അത്രയും വായിച്ചാൽ തന്നെ എനിക്ക് ലാസ്റ്റ് മടുക്കും. പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. എനിക്കിപ്പോൾ മിനിറ്റിന് വിശക്കും കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇമ്മ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തൊരു സംഭവമാണ്. ഒരു സൈഡിൽ കത്തിയും പിന്നെ ഒരു സൈഡിൽ പീലറും, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ പൈസ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തു. ആദ്യം എനിക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതിൻ്റെ ഒരു മെക്കാനിസം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ 2 സൈഡിൽ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഒരു സൈഡിൽ കത്തീൻ്റെ സിമ്പിളും മറ്റേ സൈഡിൽ പീലറിൻ്റെ സിമ്പിളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണോ വേണ്ടത് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് കിട്ടും. എനിക്ക് ആദ്യം മനസ്സിലായില്ല. അതുകൊണ്ടാണ് തലങ്ങും മെല്ലങ്ങൊക്കെ കുത്തി ഞാനിങ്ങനെ എടുക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു സൈഡിൽ കത്തിയും പിന്നെ അതേപോലെ ഈ ഒരു സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പീലറും ഉണ്ട്. ഇപ്പോൾ പീൽ ചെയ്ത് കാണിക്കാൻ ഇവിടെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. പിന്നെ ഉച്ചക്കൊന്ന് കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും
എന്താ പൊന്നാനി പോയിട്ടുണ്ടായിരുന്നു. പൊന്നാനി എനിക്കും ഉമ്മക്കും അങ്ങനെ അത്രക്ക് അറിയുന്ന ഒരു സ്ഥലമല്ല. നമ്മൾ മലപ്പുറം ഓൾമോസ്റ്റ് എല്ലാം മുക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിലും പൊന്നാനി നമ്മൾ രണ്ടാളും എത്തിയിട്ടില്ല. കാരണം എന്താ അറിയില്ല, നമ്മളങ്ങോട്ട് എത്തിയിട്ടേ ഇല്ല. നമ്മൾ വിചാരം ഭയങ്കര ദൂരമാണെന്നാണ്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ വളാഞ്ചേരി പാലത്തിൽ കൂടെ അങ്ങനെ പോകലോ, അങ്ങനെയാണ് ഇപ്രാവശ്യം പോയത്. അപ്പോൾ ഹൈവേ കൂടെ ആയതുകൊണ്ട് ഭയങ്കര ദൂരം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ അടുത്ത് ഷംനൻ്റെ കല്യാണം ആ ടൈമിൽ നമ്മൾ തിരൂർ പോയിട്ടുണ്ടായിരുന്നു. തിരൂർ പോയി റിസപ്ഷനൊക്കെ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പൊന്നാനിയിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദൂരമുള്ള മാതിരി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഹൈവേയിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. നോർമലി ഒരു 2-2.25 മണിക്കൂർ എടുക്കും മലപ്പുറം ടു പൊന്നാനി പോവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വേഗം എത്തിയിട്ടുണ്ട്. ഞാൻ അന്ന് കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാനായിട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഫേമസ് ആണല്ലോ അവിടെ. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നേ. എന്നിട്ട് ഞാൻ ഇന്നിപ്പോൾ കിട്ടും വിചാരിച്ചു. ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അന്ന് ഞാനൊരു എരുന്ത് സമൂസ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടൊക്കെ സമൂസ കഴിച്ചിട്ടുള്ളൂ. ഇവിടെ എരുന്തിൻ്റെ ഒരു സമൂസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം അന്ന് ഉമ്മല്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഉമ്മാനെയും കൊണ്ട് വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനത്തെ ഒരു സമൂസ കിട്ടും, ഭയങ്കര ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആയിരുന്നു സമൂസയും ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കും. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. കർമ്മ റോഡ് ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ്. എന്നാലും എന്തുകൊണ്ട് ഞാൻ ഈ സ്ഥലം നേരത്തെ അറിഞ്ഞില്ല എന്നുള്ള ആലോചിച്ചിട്ടാണ് എനിക്കിപ്പോൾ സങ്കടം. ഈ സ്ഥലം കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഇത്ര അടിപൊളിയാണെന്നോ ഒന്നും എനിക്ക് അത്ര കണ്ട് അറിയില്ലായിരുന്നു. പിന്നെ മടിയായിരുന്നു വരാനായിട്ട്, കാരണം ദൂരം ഉണ്ടല്ലോ അത്യാവശ്യം. അപ്പോൾ അത് മടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ അപ്പോൾ അന്നൊരു ദിവസം തിരൂരിൽ കുറച്ചുള്ളല്ലോ അങ്ങനെ വന്നതായിരുന്നു. പക്ഷേ വന്നതോടുകൂടി എനിക്കിത് സ്ഥലം ഭയങ്കര ഇഷ്ടമായി. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറേ നേരം എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ പാറിനൊരു ഷോട്ട് ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചിട്ട്, ആ ഡ്രസ്സാണെങ്കിൽ നല്ല ഫ്ലെയറിലൊരു ഡ്രസ്സാണ്. അപ്പം ഇങ്ങനെ പാരി കളിക്കണ കണ്ടാൽ നല്ല രസമാണ്. ഇന്ന് ശരിക്കും ഫുഡ് അടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ മാങ്ങ കഴിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിൽ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടാവും. ഇനിയിപ്പോൾ അന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ ഈ ഭാഗത്ത് കൂട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഈ പാലുണ്ടല്ലോ, ഇതിൽ കയറാൻ എനിക്ക് ഭയങ്കര ബോധി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു പേടി, എങ്ങനെ പൊട്ടി ഞാൻ താഴത്തേക്ക് പോകുമെന്നുള്ളൊരു പേടി. പിന്നെ അതിൽ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ അമ്മയാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തത്. ഇമ്മ അങ്ങനത്തെ ഒരു എക്സ്പേർട്ടേ അല്ല വീഡിയോസ് എടുക്കാനായിട്ട്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അണ്ടാവ് ഭയങ്കര കപ്പാസിറ്റി കൂടി വരികയാണ്. എന്തും ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വിശക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കണം. വെരി മച്ച് കപ്പാസിറ്റി ഉള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മെയിൻ സാധനം മുട്ടപ്പത്തിരിയും ബീഫും അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ അന്ന് പഴംപൊരിയും ബീഫും ആയിരുന്നു കഴിച്ചത്. നല്ല അടിപൊളി പഴംപൊരി ആയിരുന്നു കേട്ടോ അന്ന് കഴിച്ചത്. അതാണെങ്കിൽ ആ ട്രാവൽ ചെയ്തിട്ട് കുറച്ച് വിശന്നിരിക്കുകയാണല്ലോ. അപ്പോൾ വിശന്നിരിക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ ആ പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ പഴംപൊരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ. അങ്ങനെ അത്യാവശ്യം കുറേ ടൈമാണ് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 7 മണി ആ ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ചു വന്നത്. പിന്നെ അതേപോലെ അവിടുത്തെ നല്ല തിരക്കുള്ളൊരു മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കി നിന്ന് ഇത്രയും തിരക്കൊരു മാർക്കറ്റിൽ നല്ല മീനൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചത് തിരൂർ റൂട്ടിലൂടെ ആയിരുന്നു കേട്ടോ. ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എക്സ്പെക്റ്റഡ്. പിന്നെ നമ്മൾ പോയ സ്പീഡിലല്ല കേട്ടോ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം ആ ടേബിൾ ഞാനൊന്ന് വൃത്തിയാക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് എനിക്ക് ഇത്രയും വൃത്തിയാക്കേണ്ട ഒരു പ്രശ്നമല്ലായിരുന്നു. ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് മെയിൻ്റനൻസ് കുറച്ച് കൂടുതലാണ്. എല്ലാ ദിവസവും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ ടേബിൾ എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ. കാരണം റൂമിൻ്റെ ഒരു ലുക്ക് തന്നെ മാറ്റിയൊരു ടേബിളാണത്. ചെറിയ മാർക്ക് ഉണ്ടാകും, ചെറിയ മെയിൻ ചെയ്യൂല. പക്ഷെ എന്നാലും ചെറുതായിട്ടൊക്കെ ആസ് എ പാർട്ട് ഓഫ് നമ്മളുടെ വൃത്തിയാക്കൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കും. പിന്നെ അതേപോലെ ഇതിൻ്റെ ലിങ്കും ഞാൻ ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് സം ക്യാൻഡിൽസ് ഫോർ എസ്തെറ്റിക്സ്. നല്ലൊരു മണവും നല്ലൊരു ഒരു പീസ്ഫുൾ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാനുള്ള വലിയ മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മനോട് പറഞ്ഞ് നമുക്കൊന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ. അതുകൊണ്ട് ഒരു ഫലൂടയും പിന്നെ അതേപോലെ ഒരു ബ്രോസ്റ്റഡ് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഫലൂടനോടൊരു പ്രത്യേക തരം പ്രേമം തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ അടുത്ത് കുറേ ഫലൂട കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല എനിക്ക് ഡെലീഷ്യത്തെ ഫലൂട ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഫലൂട. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്ലാൻസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കും. എന്നുവെച്ചാൽ സീരീസോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. രാത്രി എപ്പോഴും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കാന്നൊക്കെ. പക്ഷെ നടക്കലില്ല കേട്ടോ. എൻ്റെ എങ്ങനെ പോയാലും കണ്ണടിച്ച് തുറക്കുമ്പോഴേക്കും എനിക്ക് ഉറങ്ങാതൊരു ടൈമാകും. അപ്പോൾ പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോവല്ല കിടന്നു ഉറങ്ങുക. കോളേജിലൊക്കെ ആയിരുന്ന ആ ഒരു ടൈമിൽ ഇപ്പോൾ നമുക്ക് കുറേ വർക്ക് ഒരു ദിവസം ചെയ്യാണ്ടാവുമ്പോഴേ ഞാൻ ഭയങ്കര എല്ലാ പണികളും കൊണ്ട് ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ വെറും ഷൂട്ടിംഗ് ഒരു എഡിറ്റിംഗ് ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ എനിക്ക് മടിയാക്കും. വേറൊരു പണിയില്ലാന്നുണ്ടെങ്കിൽ
കുറേ തിരക്ക് പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് അതിനൊക്കെ ഒരു മൂടുള്ളൂ. തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ തോന്നില്ല. വല്ലാത്തൊരു ടൈപ്പ് ഓഫ് മനുഷ്യനാണ് ഞാൻ. പിന്നെ ഇനിയാണ് നമ്മളുടെ രാത്രി സ്കിൻ കെയർ റൂട്ടീൻ സംഭവങ്ങളൊക്കെ. ഞാൻ രാവിലെ അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യലില്ല കേട്ടോ. കോളേജിലായിരുന്ന സമയത്ത് ഡെയിലി രാവിലെ സൺസ്ക്രീൻ മാത്രം ഇടും. അങ്ങനെ മോയ്സ്ചറൈസർ ഈ പരിപാടീസ് ഒന്നും എനിക്കില്ല. രാത്രി മാത്രം ആദ്യം ഫേസ് കുറേ എന്താണെന്ന് കേൾക്കും കേട്ടോ, വെരി സോറി. പിന്നെ ഫേസ് ക്ലെൻസ് ചെയ്യും. ഞാൻ ആ കാണിച്ച ഫേസ് വാഷ് കൊണ്ട് ക്ലെൻസ് ചെയ്യും. പിന്നെ അതേപോലെ ടോണർ, പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണർ, അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് മിനിമലിസ്റ്റിൻ്റെ നിയാസിനമൈഡ് സിറാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും നേഹക്ക് നല്ല ക്ലിയർ സ്കിന്നാണ്, നല്ല സ്കിന്നാണെന്നൊക്കെ. ഒരിക്കലും അല്ല, തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ക്യാമറ എന്നെ നല്ല സുന്ദരിയാക്കിയിട്ട് കാണിക്കുകയാണ്. കാരണം എൻ്റെ ഫേസിൽ നിറച്ചും സ്പോട്ട്സാണ് കേട്ടോ, ഡാർക്ക് സ്പോട്ട്സ്, കുഴികൾ എല്ലാം ഉണ്ട്. ഈ ക്യാമറയിൽ അതങ്ങോട്ട് വൃത്തിയിട്ട് കാണുന്നില്ല. പിന്നെ അതേപോലെ ചെറിയ പിഗ്മെൻറ്റഡ് ലിപ്സുമാണ് എനിക്കുള്ളത്. ലിപ് ബാം ഡോട്ട് & കീൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ കുറവുണ്ട് എൻ്റെ പിഗ്മെൻറ്റേഷനിൽ. രാത്രി നല്ല അടിപൊളിയായിട്ട് മഴ ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയാണ്. പക്ഷേ എൻ്റെ ഈ ഡോർ അടിച്ചാൽ എനിക്ക് മഴേൻ്റെ സൗണ്ടൊന്നും കേൾക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.